എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ജൂൺ മാസം 4-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. ഉത്തരം വിക്രം മിശ്രി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് വിക്രം മിശ്രിയാണ്. അടുത്ത ചോദ്യം, 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്. ഉത്തരം അശുതോഷ് ദീക്ഷിത്. 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റിരിക്കുന്നത് അശുതോഷ് ദീക്ഷിതാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ നിയമനങ്ങൾ. കരസേനാ മേധാവി, വ്യോമസേനാ മേധാവി, ഇത് തെറ്റരുത്. വ്യോമസേനയുടെ ഉപമേധാവിയാണ് അശുതോഷ് ദീക്ഷിത്. അടുത്ത ചോദ്യം, 2 ആഴ്ച കൊണ്ട് 31 പുതിയ സ്പീഷീസുകളെ കണ്ടെത്താൻ സഹായിച്ച നൂതന സാങ്കേതികവിദ്യ. ഉത്തരം ദി സ്റ്റവിഡ്. 2 ആഴ്ച കൊണ്ട് 31 പുതിയ സ്പീഷീസുകളെയാണ് നൂതന സാങ്കേതികവിദ്യ ദി സ്റ്റവിഡ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കണ്ടെത്താനായിട്ട് സാധിച്ചത്. 2 ആഴ്ച കൊണ്ട് 31 പുതിയ സ്പീഷീസുകൾ. അടുത്ത ചോദ്യം, പരീക്ഷ പൂർത്തിയായി 5 മിനിറ്റിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ച സർവകലാശാല. ഉത്തരം വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് പരീക്ഷ പൂർത്തിയായതിനു ശേഷം വെറും 5 മിനിറ്റിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് പരീക്ഷ പൂർത്തിയായി 5 മിനിറ്റിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ചു. നമുക്കെല്ലാം അറിയാം, കേരളത്തിലൊക്കെ 1 മാസം കൊണ്ട് 20 ദിവസം കൊണ്ടൊക്കെ ഫലം പ്രഖ്യാപിക്കുന്ന സ്ഥാനത്താണ് പരീക്ഷ പൂർത്തിയായി വെറും 5 മിനിറ്റിനുള്ളിൽ വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന 7 ഗോൾഡൻ ലങ്കൂറുകളെ സംരക്ഷിച്ച് ശാസ്ത്രീയ വിലയിരുത്തൽ നടത്തിയ ശേഷം തുറന്നുവിട്ട ദേശീയോദ്യാനം. ഉത്തരം സിഗ്ന ജ്വാലാവോ ദേശീയോദ്യാനമാണ്. ആസാമിലാണ് ഈ സിഗ്ന ജ്വാലാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തിടെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന 7 ഗോൾഡൻ ലങ്കൂറുകളെയാണ് സംരക്ഷിച്ചിരുന്നത്. അതിനുശേഷം ശാസ്ത്രീയ വിലയിരുത്തൽ നടത്തിയ ശേഷം പിന്നീട് ഈ 7 ഗോൾഡൻ ലങ്കൂറുകളെയും തുറന്നുവിടുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത ദേശീയോദ്യാനമാണ് സിഗ്ന ജ്വാലാവോ ദേശീയോദ്യാനം. അസമിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ദേശീയോദ്യാനത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക. ഇപ്പോൾ അടുത്തിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള ദേശീയോദ്യാനങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരീക്ഷകളുടെ സിലബസിൽ ദേശീയോദ്യാനങ്ങൾ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കും. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് കേരളത്തിൻ്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കരട് ബിൽ രാഷ്ട്രപതി നിയമസഭയുടെ പരിഗണനയ്ക്ക് അയച്ചത്. ഉത്തരം അനുച്ഛേദം 3. അതായത് ഭരണഘടനയുടെ അനുച്ഛേദം 3 അഥവാ ആർട്ടിക്കിൾ 3 പ്രകാരമാണ് കേരളത്തിൻ്റെ പേര്, നമുക്കറിയാം കേരള എന്നുള്ളതിന് പകരം കേരളം എന്ന് മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ട കരട് ബിൽ രാഷ്ട്രപതി നിയമസഭയുടെ പരിഗണനയ്ക്ക് അയച്ചത് ആർട്ടിക്കിൾ 3 പ്രകാരമാണ്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ വാങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി. ഉത്തരം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ അഥവാ MSC. അതായത് നമുക്കറിയാം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഇപ്പോൾ ഉടമസ്ഥാവകാശം അദാനി ഗ്രൂപ്പിനാണ്. ഈ അദാനി ഗ്രൂപ്പിൽ നിന്നും അതിൻ്റെ ഉടമസ്ഥതയിലുള്ള 49% ഓഹരികളാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ അഥവാ MSC വാങ്ങിയത്. അങ്ങനെ വാങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി കൂടിയാണ് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ ഈ MSC 49% ഓഹരികളാണ് അദാനി ഗ്രൂപ്പിൽ നിന്നും വാങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ MSC കമ്പനിയുടെ പേരിലേക്ക് മാറുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ നമ്മുടെ വിഴിഞ്ഞം
അന്താരാഷ്ട്ര തുറമുഖത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ. അതിൻ്റെ ഓഹരികൾ വാങ്ങി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ വികസനങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിന് ഒരു മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമെല്ലാമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് PSC പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്കും നേടാനായിട്ട് നമ്മുടെ വീഡിയോ പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും വിജയാശംസകൾ.